Sadguru Sharanam. Hello dear friends. Welcome to Life Divine's new episode. I am Ashalada Srijit. Today I am going to deal with is, am, are sentences. Okay, I'll also teach you how to frame questions. So are you ready? Okay, so let's get started. So, is, am and are, they are called actually be words. What are be words? What's the meaning of be? So we usually say let it be like that. അത് അങ്ങനെ ആകട്ടെ, isn't it? So be means be ആണ്. ബിയുടെ അർത്ഥം ആണ് എന്നുള്ള, അല്ലെങ്കിൽ ആകും, അല്ലെങ്കിൽ ആയിരിക്കും. ഞാനൊരു കുട്ടിയാണ് എന്ന് നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ഞാനൊരു കുട്ടിയാണ്. സോ വി യൂസ് ദിസ് യാണ് എന്നുള്ള അവസാനം ചേർക്കില്ല. ലൈക്ക് ദാറ്റ് ഇംഗ്ലീഷ് ഓൾസോ ഹാസ് സച്ച് വേർഡ്സ്. അതാണ് ആ വേർഡ്സ് ഉപയോഗിച്ചാണ് ആ സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, സോ ഈസ്, ആം, ആർ വേർഡ്സ് ആർ വെരി കോമൺ ആൻഡ് വെരി യൂസ്ഫുൾ യൂസേജസ്, ബട്ട് എവറിബഡി ഈസ് ഹാവിങ് എ ബിഗ് കൺഫ്യൂഷൻ റിഗാർഡിംഗ് ദി യൂസേജ് ഓഫ് ദിസ്. ഓക്കെ, ഇറ്റ്സ് വെരി ഈസി, ഡോണ്ട് വറി. So first of all, I will point out the rules. That is, I, you, they, we. That is what we always say. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. I is separate. I is the leader. Okay, just imagine that I is the leader. അപ്പോൾ ഐക്ക് മാത്രം ഒരു സെപ്പറേറ്റ് ഒരു കാര്യമുണ്ട്. That is, I am. So am is used with I, only I. നമ്മൾ ഒരിക്കലും പറയില്ല ഐ ഈസ് എ ടീച്ചർ എന്ന് പറയില്ല. So that is the rule in the English language. Okay, so I am. Okay, now what is the rest? You, they, we. You, they and we. And also plural nouns. That is Raju and Radha, like that, boys, girls, like that, plural nouns. When plural nouns come, we have to use are. ഓക്കെ, അവിടെ നിങ്ങൾ വിചാരിക്കും യു ഇസ് നോട്ട് പ്ലൂറൽ. അത് ശരിയാണ്, യു ഇസ് നോട്ട് പ്ലൂറൽ. പക്ഷേ അത് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു നിയമമാണ്. അതെന്താണെന്ന് നമുക്കറിയില്ല. ബട്ട് വിത്ത് യു യു ഹാവ് ടു യൂസ് ആർ ഓൺലി. യു ആർ എ ടീച്ചർ. യു ഷുഡ് നോട്ട് സേ യു ഈസ് എ ടീച്ചർ. നോ. അപ്പോൾ യു എന്താണ് സിംഗുലർ ആണെങ്കിലും ഇതൊരു എക്സെപ്ഷണൽ കേസായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, സോ യു, ദേ, വി over plural Raju and Radha, like that. Then what's remaining? He, she, it. And Raju singular, Radha singular. Okay, he, she, it also we have to use is. With he, she and it you have to use is. അപ്പോൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബേസിക്കലി അർത്ഥമാക്കുന്നത് ആണ് എന്നുള്ള അർത്ഥമാണ്. ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇതാണ്, അതാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ആ സെയിം അർത്ഥമാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ബി വേർഡ്സ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും നിയമങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നൗ വി ക്യാൻ മൂവ് ഓൺ ഫ്രെയിമിങ് സെൻറ്റൻസസ്. സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യാൻ മാത്രമല്ല, in this video I want you to frame sentences in positive way, in negative way and also in interrogative way. അപ്പോൾ sentences actually 4 types ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്തായാലും പോസിറ്റീവായിട്ടൊരു കാര്യം എങ്ങനെ പറയാം, നെഗറ്റീവായിട്ട് എങ്ങനെ പറയാം, അത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം. അപ്പോൾ ഈസ്, ആം, ആർ ക്വസ്റ്റ്യൻസ് വെരി വെരി യൂസ്ഫുൾ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഗെറ്റ് റെഡി. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. സോ ഹൗ ഡു വി സേ ദാറ്റ്? ഐ ആം എ സ്റ്റുഡൻറ്റ്. കറക്റ്റ്. ഇപ്പം ഞാനൊരു സ്റ്റുഡൻ്റാണ്. അത് നെഗറ്റീവ് ആക്കി നോക്കൂ. വി ജസ്റ്റ് ആഡ് നോട്ട്, അത്രേ ഉള്ളൂ. നോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്റ്. ഐ എം നോട്ട് എ സ്റ്റുഡൻറ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഐ ആം എന്നിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത് ഐ ആം എന്നുള്ളതിൽ ആ എ അങ്ങ് മറക്കുക. ആം എ സ്റ്റുഡൻറ്റ്, ഐ എം നോട്ട് എ സ്റ്റുഡൻറ്റ്. ഇനി ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ആം കൊണ്ടുവന്ന് അങ്ങ് ഫ്രണ്ടിലിടുക. സോ ആം ഐ എ സ്റ്റുഡൻറ്റ്, ആം ഐ എ സ്റ്റുഡൻറ്റ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണോ? ഓക്കെ, സോ വൺസ് മോർ. I'm a student. I'm not a student. Am I a student? It's very simple, isn't it? Next, with you. You are a teacher. Okay, you are a teacher. So here also pronunciation, just notice that you are, we always pronounce are loudly, but actually it should be a silent mode. That is, you are. Actually, you are a teacher. Okay, so how do we say it as a negative sentence? Yes, you are not a teacher. You are not a teacher. So here also not means T. We usually Malayalis say not. You are not a teacher. We also say like that. But actually the pronunciation ശ്രദ്ധിച്ചതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ടി വി ഹാവ് ടു സേ സ്മൂത്ത്ലി. ആ ടി അങ്ങ് തട്ടണ്ട മുകളിൽ, നമ്മുടെ ടങ് അങ്ങ് അവിടെ മുകളിൽ ചെന്ന് ടച്ച് ചെയ്യാതെ തൊട്ടില്ല എന്ന് പറഞ്ഞങ്ങ് പോയാൽ മതി. സോ യു ആർ ടീച്ചർ, യു ആർ നോട്ട് എ ടീച്ചർ, നോട്ട് എ ടീച്ചർ, നോട്ട് എ ടീച്ചർ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു വേർഡ് മറ്റേ വേർഡിൻ്റെ അകത്ത് കയറി അങ്ങ് പോകണം.
ഓരോന്ന് സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല. സ്റ്റൈലിഷ് ഇംഗ്ലീഷ്. യു ആർ നോട്ട് എ ടീച്ചർ. മനസ്സിലായി? ചിലപ്പോൾ മനസ്സിലാകാത്ത പോലെ നമുക്ക് തോന്നും. ദാറ്റ് ഈസ് ഹൗ ദേ വുഡ് സ്പീക്ക്. സോ യു ആർ നോട്ട് എ ടീച്ചർ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? യുവിൻ്റെ കൂടെ വിച്ച് വെർബ് യൂസ് ആർ അല്ലേ? സോ ആർ യു എ ടീച്ചർ അല്ലേ? നിങ്ങളൊരു ടീച്ചറാണോ? സോ ദാറ്റ് ഈസ് ക്ലിയർ. ഇനി അടുത്തത് നമുക്ക് ഐ യു ദേ. ഓക്കെ, ദേ ആർ പ്ലെയേഴ്സ്. ഓക്കെ, ദേ ആർ പ്ലെയേഴ്സ്. അവർ കളിക്കാരാണ്. ഇനി നമുക്ക് നെഗറ്റീവായിട്ട് എങ്ങനെ പറയാം? They are not players. They are not players. Any question എങ്ങനെ ചോദിക്കാം? Are they players? Are they players? Is that clear? Okay. Now I, you, they. Now we. Okay. We are Indians. We are Indians. ഞങ്ങൾ ഇന്ത്യക്കാരാണ്. ഞങ്ങൾ ഇന്ത്യക്കാരല്ല. എങ്ങനെ പറയും? We are not Indians. We are not Indians. Okay. ഇനി അത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? Are we Indians? നമ്മൾ ഇന്ത്യക്കാരാണോ? Are we Indians? Is that clear? So I, you, they, we. Now Raju and Radha. We can say Raju and Radha friends ആണ്. എങ്ങനെ പറയാം? Raju and Radha are friends. ആണ് Raju and Radha. And also ആ pronunciation ഞാൻ നിങ്ങൾക്ക് പറയാം. And എന്ന് നമ്മൾ എപ്പോഴും പറയും അല്ലേ? We always say it in a loud voice. And actually and D is silent. So we have to say Raju and Radha. Raju and Radha are friends. Are friends. So what is the negative sentence? Raju and Radha are not friends. Are not friends. So how can we ask a question? Are Raju and Radha friends? Are Raju and Radha friends? Is that clear? So I, you, they, we, over. Now we will move on to he, she, it. Okay, he. A sentence. He is brilliant. He is brilliant. He is brilliant. Okay. So negative. He is not. He is not brilliant. So here also he is ചേരുമ്പോൾ ആ ഐ അങ്ങ് മാറാം. His is not brilliant. He is not brilliant. And question, how do we ask the question? Put is in the front. Is he brilliant? Is he brilliant? Okay. Okay. Now next, she. She is beautiful. She is beautiful. We say she is beautiful. Now negative. She is not beautiful. She is not beautiful. Then is she beautiful? Is she beautiful? Beautiful ആണോ? Okay. Now it means എപ്പോഴും നമ്മൾ ലിവിങ് തിങ്സിനല്ല, എപ്പോഴും നമ്മൾ നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സ് ഇറ്റ് ഉപയോഗിക്കുന്നു അല്ലേ? അപ്പോൾ വി ഹാവ് ടു സേ, വി ക്യാൻ സേ അതിന് ഭയങ്കര വിലയാണ്, വളരെ വില പിടിച്ച സാധനമാണ്. എങ്ങനെ പറയും? ഇറ്റ്സ് കോസ്റ്റ്ലി. ഇറ്റ്സ് കോസ്റ്റ്ലി. ഇറ്റ്സ് കോസ്റ്റ്ലി. അത് കോസ്റ്റ്ലി അല്ല, അതിന് അത്ര വിലയൊന്നുമില്ല. എങ്ങനെ പറയും നമ്മൾ? ഇറ്റ്സ് നോട്ട് കോസ്റ്റ്ലി. ഇസ്ൻ്റ് ഇറ്റ്? ഇനി കോസ്റ്റ്ലി ആണോ? നമ്മളൊരു കടയിൽ ചെന്ന് ചോദിക്കും ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണോ? നമ്മളെങ്ങനെ ചോദിക്കാൻ പറ്റും? ഈസ്. പുട്ട് ഈസ് ഇൻ ഫ്രണ്ട്. ഈസ് ഇറ്റ് കോസ്റ്റ്ലി? ഈസ് ഇറ്റ് കോസ്റ്റ്ലി? ഈസ് ഇറ്റ് ക്ലിയർ? Okay, now Raju separate, Radha separate. Raju is handsome. Raju നല്ല handsome young man. Raju handsome അല്ല, എങ്ങനെ പറയും? Raju is not handsome. Raju handsome ആണോ? Is Raju handsome? Okay, now Radha. Radha is tall. Radha is tall. Radha is tall. Okay. Tall അല്ല, എങ്ങനെ പറയും? Radha is not tall. Radha is not tall. Now tall ആണോ? Is Radha tall? Okay. Yes. So like this you have to use am, is and are properly. Okay. Subject verb agreement should be there. Okay. You have to use am with I. You have to use are with you, they, we and plural nouns. And you have to use is with he, she, it and singular nouns. Okay. Okay. So if you like the lesson, please don't forget to hit the like button. If you are not a subscriber, please do subscribe. And if you like and if you feel that this video is really useful, please share this with your family members, your friends and your relatives. Okay, so meet you in the next class. Until then, it's bye from Ashalada Srijit.